നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗണഗീതം കേൾക്കുമ്പോഴേ ഹാലിളകുകയാണ് കേരളത്തിലെ കമ്മികൾക്ക്. പക്ഷേ ദിവസത്തിന് ദിവസം ഗണഗീതത്തിനായാലും നന്ദഗോവിന്ദൻ ഭജൻസിലായാലും ഒക്കെ ആരാധകർ കൂടിക്കൂടി വരികയാണ്. ഗണഗീതം ക്ഷേത്രത്തിൽ തടഞ്ഞു തുടങ്ങിയതോടെയാണ് ഇപ്പോൾ പല പരിപാടികളിലും വളരെ ആക്റ്റീവായി വളരെ സക്രിയമായി ഗണഗീതങ്ങൾ പാടുന്നവരുടെ എണ്ണം കൂടുകയാണ്. നോക്കൂ, നന്ദഗോവിന്ദൻ ഭജൻസിനെതിരെ അടുത്ത കാലത്ത് ചിലർ രംഗത്ത് വന്നിരുന്നു. നന്ദഗോവിന്ദൻ ഭജൻസ് കഴിഞ്ഞ് എത്രയേറെ ഭജന ട്രൂപ്പുകളാണ് ഇപ്പോൾ രംഗത്ത് വന്നത്. നന്ദഗോവിന്ദൻ ഭജൻസിന് മുമ്പേ ഈ രീതിയിൽ എടുത്തു പറയത്തക്ക മറ്റൊരു ഭജൻ എന്ന് പറയുന്നത് പ്രശാന്ത് വർമ്മയുടെ മാനസ ജപലഹരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ ഏതാണ്ട് 2002 കാലഘട്ടത്തിലൊക്കെയാണെന്ന് തോന്നുന്നു. കോട്ടയത്തു നിന്നാണ് അതിൻ്റെ തുടക്കം. കോഴിക്കോടുകാരനായ പ്രശാന്ത് വർമ്മ എന്ന് പറയുന്ന ഗായകരാണ്. വളരെ രസകരമായിരുന്നു. അവരുടെ ഒരു പരിപാടി കണ്ടാണ് വളരെ നമുക്ക് ഭക്തിഗാനങ്ങളോടുള്ള ഇഷ്ടം വർദ്ധിക്കുന്ന രീതിയിൽ അവരുടെ പരിപാടികൾ, അവരുടെ ഭജനകൾ വളരെ പോപ്പുലറായിരുന്നു. അതിന് പിന്നാലെ പിന്നീട് ഏറ്റവും പോപ്പുലറായി വന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ജെൻസി കാലഘട്ടമായതുകൊണ്ട് തന്നെ യുവാക്കളായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പരിശ്രമ ഫലമായി വളരെ ഭംഗിയായി ഒരു ഭജന ട്രൂപ്പ് രംഗത്ത് വരികയും അതിന് പിന്നാലെ നിരവധി ഭജന ട്രൂപ്പുകൾ, ഇപ്പോൾ സ്ത്രീകളടക്കമുള്ളവരുടെ ഭജന ട്രൂപ്പുകൾ, ത്രയംബകം, അങ്ങനെ സ്ത്രീകളുടെ കുറച്ച് ഭജന ട്രൂപ്പുകൾ അടക്കമുള്ളവ ഇപ്പോൾ വലിയ രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ, എനിക്ക് തോന്നുന്നു വിപ്ലവ ഗാനങ്ങളെക്കാളും സിനിമാ ഗാനങ്ങളെക്കാളും വേടൻ്റെ പാട്ടുകളെക്കാളും ഒക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നത് ഇപ്പോൾ നന്ദഗോവിന്ദ ഭജൻസിനെയും ഇത്തരത്തിലുള്ള ഭജന സംഘങ്ങളെയും ഒക്കെയാണ്. നന്ദഗോവിന്ദ ഭജൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ ഒരു പരിപാടിയിൽ, ക്ഷേത്രത്തിൽ അകത്ത് നടക്കുന്ന പരിപാടി, അവിടെ അകം മുഴുവൻ നിറഞ്ഞ് മുറം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ജനങ്ങൾ പ്രശ്നമുണ്ടാക്കാതെ പിരിഞ്ഞു പോകണമെന്ന മൈക്കിലൂടെ, ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു സിനിമാക്കാരുടെ ഗാനമേളയ്ക്ക് പോലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, ദയവ് ചെയ്ത് ജനങ്ങൾ പിരിഞ്ഞു പോകണമെന്ന മൈക്കിലൂടെ ക്ഷേത്രം അധികാരികൾക്ക് പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണാടിപ്പറമ്പിൽ സംഭവിച്ചത് എന്താണ്? ഒരു ഗായകനും അവരുടെ മകളും ചേർന്ന് ഗണഗീതം പാടുന്നു. ആ ഗണഗീതം ഈ ഭജന ട്രൂപ്പുകളുടെ ഭജന ട്രൂപ്പല്ല, ഒരു ഗാനമേള ട്രൂപ്പിൻ്റെ ഇടയിൽ ഇത് പാടുമ്പോൾ പെട്ടെന്ന് ഒരാൾ ചെന്ന് ആദ്യം പാടി തുടങ്ങുമ്പോൾ തന്നെ ഈ ഗായകരോട് ചെന്ന് ചെവിയിൽ അടക്കം പറയുന്നു. അയാൾ പറഞ്ഞു വിടുന്നു, പോയി ക്ഷേത്രമധികാരികൾ പറയട്ടെ, എന്നെ വിളിച്ചവർ പറയട്ടെ എന്ന് പറയുന്നു. അവർ പോകുന്നു. പിന്നീടും അയാൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പാട്ട് തുടരുന്നു. അങ്ങനെ പാട്ട് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കുറച്ച് ആൾക്കാർ ചെല്ലുന്നു. അപ്പോഴും അദ്ദേഹം ഒരു സംയമനത്തോടെ തന്നെ പെരുമാറുന്നു. മൂന്നാമത്തെ തവണ അവിടേക്ക് കയറി ചെന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് സംഘികൾ ചിലർ സംഘടിച്ച് വന്ന്, അവിടെയുള്ള സംഘപരിവാർ അനുകൂലികളാണ് എന്ന് തോന്നുന്നു, സംഘടിച്ച് വന്ന് പ്രശ്നമുണ്ടാക്കുകയും ഈ പ്രശ്നമുണ്ടാക്കിയ ആളെ തടയുകയും പ്രശ്നമുണ്ടാക്കിയ ആളെ തട്ടിയെറിയുകയും ചെയ്യും. പക്ഷേ പുറത്തു വന്ന വാർത്തകളോ ഇവിടെ ഗണഗീതം പാടിയവരെ അടിച്ചോടിച്ചു എന്നാണ്. ആ വീഡിയോ അവിടെ ഉണ്ടായിരുന്നവർ സംപ്രേഷണം ചെയ്തതുകൊണ്ടാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലായത്. ആ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണുക.
ഈ ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും ഗായകനെ തടയുകയോ ഗായകനെ പാട്ട് നിർത്തുകയോ ചെയ്യുന്നില്ല. അവസാനം വരെ പാടിയ പാട്ട് ഗണഗീതം പാടി അവസാനിപ്പിച്ച ശേഷമാണ് അദ്ദേഹം അത് അവിടെ അവസാനിപ്പിക്കുന്നത്. അവിടെ തടയാൻ ചെന്ന CPM-കാരെ അവിടുത്തെ സംഘപരിവാർ അനുകൂലികൾ പറഞ്ഞു വിടുകയായിരുന്നു, അവരെ തട്ടിമാറ്റുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും സംപ്രേഷണം ചെയ്യില്ല. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രമാണ്. ഇടതുപക്ഷ ആനുകൂല്യമുള്ള മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ അവരുടെ പണി എന്ന് പറയുന്നത് അവർക്കിഷ്ടമുള്ളത് മാത്രം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തനത്തിൻ്റെ എത്തിക്സ് പോലും മറന്നുകൊണ്ട് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇടപെടലുകളും സോഷ്യൽ മീഡിയ ചാനലുകളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കള്ള വാർത്തകളെ പൊളിച്ചടക്കിക്കൊണ്ട് പുറത്തു വരുന്നത്. ഏതായാലും അവിടെ ഗണഗീതം തടസ്സപ്പെടുകയായിരുന്നില്ല. ഗണഗീതം തടസ്സപ്പെടുത്താൻ വന്നവരെ അവരുടെ പ്രശ്നങ്ങൾ ഒരു തരത്തിലും അവർ പറഞ്ഞത് കേൾക്കാതെ ഗണഗീതം പാടി അവസാനിപ്പിക്കുകയും തടയാൻ വന്നവരെ അവരെ തടഞ്ഞ് തിരിച്ചയക്കുകയുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇനിയെങ്കിലും സത്യത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ധാർമ്മികതയുടെ ഭാഗത്തു നിന്നോ സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരു ധാർമ്മികതയും ഇല്ലാതെ അവർക്കിഷ്ടമുള്ളതുപോലെ വാർത്ത വളച്ച് തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇനിയും നിങ്ങൾ ഗണഗീതം പാടുന്ന വേദികൾ തടഞ്ഞുകൊണ്ടേയിരിക്കുക. കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഗണഗീതം പാടാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾ എത്രത്തോളം തടയുന്നോ അത്രത്തോളം ജനങ്ങൾ മുന്നോട്ട് വരും അത് പാടാനും പ്രചരിപ്പിക്കാനും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.